പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ മക്കളില്ലാത്തവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആശുപത്രി കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെ കർത്താവ് ഇന്നെങ്കിലും 10 പൈസ കിട്ടുക ഈശോയെ. കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട്. കന്യൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട്. അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട്. അപ്പോൾ അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് കൊച്ചു തോബിയാസിനെ നീ വിട്ടില്ലേ? കടങ്ങൾ തിരിച്ചു കിട്ടും മേടിക്കാൻ വേണ്ടി. അതുപോലെ അന്ന് റാഫേൽ മാലാഖനെ നീ കൂടെ വിട്ടില്ലേ? ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട തിരിച്ചു വിട്ടം മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമേ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ. കർത്താവേ, ജീവിതമാർഗം മുട്ടിപ്പോയവരുണ്ട്. വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട്. വിവാഹം ഒത്തുവരാത്തവരുണ്ട്. മക്കൾ ദുർനടപ്പിൽ പോയിട്ട് വേദനിക്കുന്നവരുണ്ട്. എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദന നീ അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ. നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ഒപ്പിടുന്ന രേഖകളെ കർത്താവ് ആശീർവദിക്കട്ടെ. നീ ലോൺ എടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ
കർത്താവ് നിനക്ക് തുണ വരട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇനി ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും നിൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ. നിത്യപിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കുവാമേൻ. എൻ്റെ മക്കളെ, പിന്നെ നമ്മൾ കോൾ ടു ഇൻറ്റിമസി എന്നുള്ള ജനറൽ ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് അച്ഛൻ ഈ ഇൻറ്റിമസി എങ്ങനെ കർത്താവുമായിട്ടുള്ള വർദ്ധിപ്പിക്കാൻ പറ്റും, അതിന് അനുദിന അനുഭവങ്ങളെയും സംഭവങ്ങളെയും എങ്ങനെ അതിനുവേണ്ടി അർത്ഥവത്തോടെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ രാവിലെ ഈ ആഴ്ചകളെല്ലാം ഈ ദിവസങ്ങളെല്ലാം ചിന്തിച്ചത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ദൈവത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തെ ബോധ്യപ്പെടുത്തണം. ബോധ്യപ്പെടുത്തുന്ന വെച്ചാൽ അത് ക്ലേശകാലങ്ങളെ സുവിശേഷ വിഹിതമായി കൈകാര്യം ചെയ്യണം. ക്ലേശകാലങ്ങൾ നമ്മൾ നിലനിർത്തണത്, നിത്യമായി നിലനിർത്തണമെല്ലാം ക്ലേശകാലങ്ങളായിരിക്കുകയും. അപ്പോൾ നമ്മൾ ഈ മഴയും തോരാതിരുന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടത്തില്ലേ. അപ്പോൾ മഴ തോരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, എപ്പോഴും തോരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ മഴക്കാലമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 80കളിലൊക്കെ കേരളം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും കേരളം മരുഭൂമിയായി കാണുന്നത് 80കളിലാണ്. കാര്യം മഴയില്ലായിരുന്നു 80കളിൽ മഴയില്ലായിരുന്നു. ഏതാണ്ട് ഒരു മാസം എത്തിച്ച് എന്താ പെയ്ത് മാറ്റി. പക്ഷേ നമ്മുടെ തെങ്ങുകളുടെ അണ്ടമെല്ലാം തെറിച്ചു പോയി. അതിനുശേഷമാണ് പിന്നെ മണ്ടരി വന്നത്. മഴയില്ലാഞ്ഞ കാലത്തിന് ശേഷം തെങ്ങിൻ്റെ അണ്ടമെല്ലാം തെറിച്ചു പോയി. കാര്യം തെങ്ങെന്ന് പറയുന്നത് പ്രത്യേകം വാട്ടർ റീഡ്സ് ഉള്ള സാധനമാണ്, വെള്ളം കൊണ്ടാണ് ജീവിക്കണത് തെങ്ങും വാഴയൊക്കെ. അപ്പോൾ ആ ദിവസം ആ കൊല്ലം മഴയില്ലാഞ്ഞ കാരണം തെങ്ങിൻ്റെ അണ്ടങ്ങളെല്ലാം തലതെറിച്ചു പോയി. പിന്നെ അത് വെള്ളമൊക്കെ കിട്ടി വളർന്നു വന്നപ്പോൾ അതിൻ്റെ പ്രതിരോധ ശേഷി പോയി. അങ്ങനെയാണ് മണ്ടരി വന്നത്. 84-85 കാലഘട്ടങ്ങളാണ് പിന്നെ മണ്ടരി രോഗം വന്നത്. അപ്പോൾ ഈ വരൾച്ചയുമായിട്ട് മഴയുമായിട്ടൊക്കെ ഇതിനൊക്കെ ബന്ധമുള്ളതാണ്. പക്ഷെ അങ്ങനെ ഒരു പഠനമൊന്നും നടന്നിട്ടില്ല. നടക്കേണ്ടതായിരുന്നെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ മഴ, അതുപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിലും മഴക്കാലം എന്ന് പറയുന്ന ക്ലേശകാലമില്ലേ, അതാണ് പ്രതിരോധം തരണം നമുക്ക്. മഴക്കാലം ഇല്ലാതെ വേനൽക്കാലം മാത്രമായപ്പോൾ പിന്നീട് അതിജീവിച്ചു വന്നപ്പോൾ മണ്ടരി ആയിപ്പോയില്ലേ, പ്രതിരോധം പോയി. ചെറിയ വണ്ടികൾക്ക് വരെ വെള്ളക്കാലത്ത് കയറി അതിനെ നശിപ്പിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ ക്ലേശകാലങ്ങളിലുള്ളവർക്ക്, ഇവിടെ വരുന്നവർക്ക് ഉണ്ടാകുന്നതിന് അത് ഒരു പ്രതിരോധം ഉണ്ടാകും. പ്രതിരോധം എന്ന് പറയുന്നത് ലോകപ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കഴിവുണ്ടാകും. ആ ക്ലേശകാലങ്ങളാണ്. പക്ഷേ ക്ലേശകാലങ്ങളെ നമ്മൾ സുവിശേഷ വിഹിതമായി ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. സുവിശേഷ വിഹിതമായി ഉപയോഗിക്കണം. അപ്പോൾ എന്നിട്ട് നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ദൈവത്തെ, അത് ക്ലേശകാലങ്ങളെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഓഡിറ്റ് ചെയ്തത്, അക്കൗണ്ട് ചെയ്തത്, ക്ലേശകാലങ്ങളിൽ എന്ത് നേട്ടം നമ്മൾ ഉണ്ടാക്കിയെന്നുള്ളത്. ക്ലേശകാലങ്ങളിൽ നേട്ടം മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ക്ലേശകാലങ്ങളിൽ കോട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ബ്രാൻഡഡ് ആകും. ക്ലേശകാലങ്ങളിൽ നേട്ടമേ ഉണ്ടാക്കാൻ പറ്റും, ആധ്യാത്മിക ജീവിതത്തിൽ നേട്ടമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറയണത്, അവൻ തീവ്രവേദനയും മുഴുകി, പക്ഷെ എന്ത് ചെയ്ത്, അവൻ പ്രാർത്ഥന കുറച്ചെന്നല്ല പറയണത്, അവൻ കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ലൂക്ക 22:44 അവൻ തീവ്രവേദനയിൽ മുഴുകി. അവൻ തീവ്രവേദനയിൽ മുഴുകി, കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അതാണ് പ്രശ്നം. അപ്പം ദൈവത്തിൻ്റെ മനസ്സിരിപ്പും ചെയ്യേണ്ട കാര്യങ്ങൾ ഇറ്റ് ഈസ് എക്സ്പ്ലെയിൻഡ് ദെയർ. ഒരു തീവ്രവേദന വന്നാൽ എന്ത് ചെയ്യും, ജോലി നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും, ഭാര്യയ്ക്ക് അസുഖം വന്നാൽ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങളില്ലാതെ വന്നാൽ എന്ത് ചെയ്യും, വീട്ടിലെ സാമ്പത്തിക കടം എന്തായാലും എന്ത് ചെയ്യും. അപ്പോൾ എന്താ സാധാരണ ആൾക്കാർ ചെയ്യണത്, അതുകൊണ്ട് തന്നെ അവർ കുർബാന മുടക്കും, പ്രാർത്ഥന മുടക്കും. അങ്ങനെയല്ല ആൾക്കാർ ചെയ്യണത്. അതാണ് ഈ ഓഡിറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അതായത് 90% ആൾക്കാരും കർത്താവിൻ്റെ പുസ്തകത്തിൻ്റെ പേര് വെട്ടിക്കളണം ഈ കാലത്താണ്. പക്ഷേ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഇൻസ്ട്രക്ഷൻ, നമുക്ക് തന്നിരിക്കണ സ്റ്റാൻഡ് ബൈ ഇൻസ്ട്രക്ഷൻ ഇല്ലേ, എന്താണ്?
തീവ്രവേദന മുഴുകുമ്പോൾ കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കണം. അപ്പോൾ അതിനകത്ത് ഒരു പോയിന്റെങ്കിലും തീക്ഷ്ണത കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ബ്രാൻഡഡ് ആവും. കോൾ ടു ഇൻറ്റിമസി എന്ന് പറഞ്ഞ വലിയ സബ്ജക്റ്റിൻ്റെ ഓരോ ഭാഗങ്ങൾ അച്ഛൻ പറയണത് ഇത് ഏതെങ്കിലും പുസ്തകമൊക്കെ പറഞ്ഞതല്ല, എൻ്റെ ജീവിതത്തിൽ നിന്നും എൻ്റെ ആലോചനയിലും പ്രാർത്ഥനയിലും കർത്താവ് എനിക്ക് വെളിവാക്കി തന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ദൈവത്തിന് ഒരു സ്റ്റാൻഡേർഡുണ്ട്. തീവ്രവേദന വന്നാൽ ദൈവത്തിൻ്റെ നിർമ്മലൻ എന്താ ചെയ്യേണ്ടത്, ദൈവത്തിൻ്റെ ദാസൻ എന്താണ് ചെയ്യേണ്ടത്, അവൻ കൂടെ തീക്ഷ്ണമായി പ്രാർത്ഥിക്കണം. എന്തെങ്കിലും തരത്തിൽ തീക്ഷ്ണത കുറഞ്ഞു പോയാൽ അപ്പം തന്നെ അത് ബ്രാൻഡഡ് ആകും. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ തീവ്രവേദന കാലം എന്ന് പറയുന്നത് തന്നെ ഈ വിഷയം നമ്മൾ കൂടെ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചിട്ട് ആ നമ്മുടെ ആധ്യാത്മിക പോഷണത്തിൻ്റെ റെക്കോർഡ് ഉണ്ടാക്കുന്ന ഒരു കാലമാണ്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അവിടെ എപ്പോഴൊന്ന് പ്രാർത്ഥിക്കണം, കർത്താവേ തീവ്രവേദന കാലം ഉണ്ടായാൽ, തീവ്രവേദനയുടെ കാലം ഉണ്ടായാൽ അല്പം പോലും വിശ്വാസം കുറയാതെ, അല്പം പോലും വിശ്വാസം കുറയാതെ, അല്പം പോലും പ്രാർത്ഥനയുടെ എരിവ് കുറയാതെ, അല്പം പോലും പ്രാർത്ഥനയുടെ എരിവ് കുറയാതെ പ്രാർത്ഥിക്കാൻ, കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ അങ്ങേപോലെ എന്നെ സഹായിക്കണം. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സാബു കൊമ്പൻ ജോസ്. ഞാൻ തൃശ്ശൂർ നെല്ലിക്കുന്ന് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ 18 വർഷമായി കുവൈറ്റിൽ ജോലി ചെയ്തു വരികയാണ്. കഴിഞ്ഞ 2023 ആഗസ്റ്റ് മാസം എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെടാൻ ഇടയായി. അവിടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന കമ്പനിയിലെ മാനേജറുമായി ഏകദേശം ഒരു 9 വർഷത്തോളം ഞങ്ങൾ രണ്ടുപേരും വഴക്കിലും പ്രശ്നങ്ങളിലൊക്കെ ആയിരുന്നു. ആ ജോലി നഷ്ടപ്പെടുന്നതിൻ്റെ ഫെബ്രുവരി മാസത്തിൽ ഞാൻ തന്നെ മാനേജറോട് പറഞ്ഞിരുന്നു, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഞാൻ ജോലി ചെയ്ത് പോവുകയാണ്, റിസൈൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ലാതെ ജോലിയിൽ നിന്ന് എന്നെ പറഞ്ഞു വിടണമെന്ന് ഞാൻ തന്നെ അവരോട് അപേക്ഷിച്ചിരുന്നു. പിന്നീടുള്ള മാസങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് മറന്നുപോയി. ഓഗസ്റ്റ് മാസത്തിൽ ഓണം കഴിഞ്ഞ ആ സന്ദർഭങ്ങളിൽ എന്നെ ജോലിയിൽ നിന്ന് പെട്ടെന്ന് പിരിച്ചുവിടുകയുണ്ടായി. അതിനുശേഷം ഞാൻ ആ ഒരു ദിവസങ്ങളിൽ വളരെയധികം മാനസികമായിട്ട് വിഷമതകൾ അനുഭവിച്ചിരുന്നു. ഉടമ്പടിയെക്കുറിച്ച് കേട്ടിരുന്നെങ്കിലും ഞാൻ ഇതുവരെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം 1-2 ജോലികൾക്ക് ഇൻ്റർവ്യൂവിന് ഞാൻ അറ്റൻഡ് ചെയ്തു. അതിൽ ഏകദേശം ഒരു ജോലി 100% ഉറപ്പായി എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ സന്തോഷത്തിൽ അന്നത്തെ ദിവസം വൈകിട്ട് ഞാൻ ജിമ്മിലേക്ക് പോയി അവിടെ വർക്കൗട്ട് ചെയ്യുകയായിരുന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന വേറൊരു വ്യക്തി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് നാളെ നീ ജോയിൻ ചെയ്യേണ്ട ജോലി വേറെ ഒരാൾ വന്ന് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതോടുകൂടി എൻ്റെ എല്ലാ നാഡികളും തളർന്നു. പിന്നെ വേറെ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടി വീട്ടിലേക്ക് വന്നിട്ട് ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഒരു പുതിയ ജോലി പെട്ടെന്ന് കിട്ടണം എന്നുള്ള രീതിയിൽ ഒരു നിയോഗം വെച്ചിട്ടാണ് ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത്. ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ അന്ന് വൈകിട്ട് ഏതോ ഒരു കമ്പനിയിലേക്ക് ഞാൻ വെറുതെ CV അയക്കുകയുണ്ടായി. ആ കമ്പനി അന്ന് വൈകിട്ട് തന്നെ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, നാളെ ജോലിക്ക് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണമെന്ന്. ഞാനത് ശമ്പളവും ബാക്കിയുള്ള കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു ഫേക്ക് ഇമെയിൽ അഡ്രസ്സ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസവും അന്ന് മുതൽ ഞാൻ നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളും ഡെയിലി ബ്രെഡും ഈ വചനങ്ങളെല്ലാം സീരിയസ് ആയിട്ട് കേൾക്കാൻ തുടങ്ങി. പിന്നീട് ഈ ഒരു നിയോഗം വെച്ചിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് ജോലി ഒരു കാലത്തും നഷ്ടപ്പെടില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതിനുശേഷം 1-2 ദിവസങ്ങൾക്ക് ശേഷം ഈ കമ്പനിയിൽ ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന പുതിയ ജോലിക്ക് ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർ പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞു. അതിനും പിന്നീട് കുറച്ച് ദിവസങ്ങൾ താമസമെടുത്തു. ആ ദിവസങ്ങളിൽ ഞാൻ എല്ലാ ദിവസവും നമ്മുടെ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനലുകൾ ഒരുവിധം ഉണർന്നിരിക്കുന്ന സമയങ്ങളിലും ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിലും ഇയർഫോൺ വെച്ച് ആ സന്ദേശങ്ങൾ വളരെ ആഴത്തിൽ കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അതിനോട് പൊതുവേ ദൈവികമായിട്ടുള്ള കാര്യങ്ങളോട് എനിക്കൊരു താല്പര്യമുണ്ടെങ്കിലും ഈ വചനങ്ങളിലൂടെ ജോസഫ് അച്ഛൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന ആ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആ പ്രസംഗങ്ങളിലൂടെ എനിക്ക് അതിലൊരു ആത്മവിശ്വാസവും ഒരു ദൈവിക തീക്ഷ്ണതയും ദൈവിക സ്നേഹവും വർദ്ധിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ വേറൊരു ജോലി സ്ഥലത്ത് എനിക്ക് താത്കാലികമായിട്ട് ഒരു ജോലി കിട്ടി, വളരെ ശമ്പളം കുറവുന്ന ജോലിയിൽ.
അതിന് 100 ദിവസത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരുന്നു. ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ എണ്ണി കാത്തിരുന്നു. 96-ാമത്തെ ദിവസമായി. അവിടുന്ന് അതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ല. 97-ാമത്തെ ദിവസമായി, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. 100-ാമത്തെ ദിവസമായി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ കമ്പനിയിൽ നിന്ന് മാറാൻ പറ്റില്ല ഒരിക്കലും. അങ്ങനെ 98-ാമത്തെ ദിവസം രാവിലെ അവരെന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഈ ജോലി ശരിയായിട്ടുണ്ട്, പിറ്റേ ദിവസം തന്നെ വന്നിട്ട് ജോയിൻ ചെയ്യണമെന്ന്. ഞാൻ ആകെ വിഷമിച്ചു. കാരണം അവിടുത്തെ മാനേജറോട്, ഇപ്പോൾ താൽക്കാലികമായി ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ മാനേജറോട് ഞാൻ അതെങ്ങനെ അവതരിപ്പിക്കണമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം 2 ദിവസം കൂടിയും കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ നിന്ന് മാറാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ച് തൈലമൊക്കെ പ്രാർത്ഥിച്ച് ഉപവാസമൊക്കെ എടുത്തിട്ട് മാനേജറോട് പോയിട്ട് പറഞ്ഞു, ഞാൻ ഇന്നത്തോടു കൂടി എൻ്റെ ജോലി അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. എല്ലാവരും പ്രതീക്ഷിച്ചു അവിടെ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവുമെന്ന്. ആളപ്പം എന്നോട് പറഞ്ഞു ഓൾ ദ ബെസ്റ്റ് എന്ന് മാത്രം പറഞ്ഞു, വേറെ ഒന്നും സംസാരിച്ചില്ല. പിറ്റേ ദിവസം ഞാൻ ആ കമ്പനിക്ക് പോയി ജോയിൻ ചെയ്തു. ആ കമ്പനിയിൽ കയറി ആദ്യത്തെ 1 മാസമൊന്നും എന്താണ് ജോലി ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞൊരു 3-4 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സെപ്റ്റംബറിൽ വേറെ ജോലി നോക്കി പോകുമെന്നും അതിന് ഈ മാനേജർ പെണ്ണ് തന്നെ അതിനൊരു സാഹചര്യം ഒരുക്കി എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. എനിക്ക് ഇന്നത്തെ പ്രസംഗം കേട്ടപ്പോഴാണ് ആ സമയം അഡ്ജസ്റ്റ് ചെയ്ത് തരുന്ന ആ രീതി എൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം എന്നെ ടെർമിനേറ്റ് ചെയ്ത ആ ദിവസത്തെ കണക്കുകൂട്ടലനുസരിച്ചിട്ട് 15 കൊല്ലം കറക്റ്റ് തികയുന്ന ആ ഒരു ദിവസമായിരുന്നു എന്നെ ടെർമിനേറ്റ് ചെയ്തത്. അപ്പോൾ പുതിയ കമ്പനി അവരുടെ ബയോഡാറ്റയൊക്കെ എടുത്ത് നോക്കുമ്പോൾ 15 വർഷം വേണമെങ്കിൽ 14 വർഷവും 8 മാസമാണെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും. എന്നെ കറക്റ്റായിട്ട് ആ ലേഡി മാനേജർ കറക്റ്റ് ആ ദിവസം വന്ന അതേ ദിവസം തന്നെ എനിക്ക് ടെർമിനേഷൻ തന്നു. അതുകൊണ്ട് നമ്മൾ ശത്രുവിനെ മിത്രമാക്കിയിട്ട് ഉപയോഗിക്കുന്ന ആ രീതിയിൽ തന്നെ അവരെനിക്കൊരു ഉപകാരമായിട്ട് മാറി. അതിനുശേഷം കുറച്ച് ദിവസങ്ങളോളം എന്നോട് ദിവസങ്ങളിൽ ജോലി ചെയ്തിരുന്ന ആ സമയത്ത് നമ്മളോട് ചെയ്തിരുന്ന പ്രതികാര നടപടികൾക്കൊക്കെ നമുക്ക് മാനസികമായിട്ട് വളരെ ദേഷ്യമുണ്ടായിരുന്നു അവരോട്. ഞാനതിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, ഒരു വ്യക്തിയോട് ദേഷ്യം അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് എനിക്ക് അവരോടുണ്ടായിരുന്ന ആ ഒരു വ്യക്തി വൈരാഗ്യം എന്നുള്ളൊരു ഫീലിംഗ് എൻ്റെ മനസ്സിൽ നിന്ന് ദൈവകൃപയാൽ പൂർണ്ണമായിട്ടും പോയി. എനിക്ക് അവരോടൊരു ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നില്ല. കാരണം അവർ നമ്മൾക്ക് വേണ്ടി ഒരു ദുഷ്ടപ്രവൃത്തി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാലും ഞാൻ പ്രാർത്ഥിച്ചിരുന്ന പോലത്തെ അതേ കമ്പനിയിൽ ഞാനൊരു 10-15 കൊല്ലമായി ഇതേ കമ്പനിയിൽ തന്നെ ജോലി കിട്ടണം, എങ്ങനെയാണ് കിട്ടുക എന്ന് പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. യാദൃച്ഛികമായിട്ട് അവിടെ ജോലി കിട്ടി. ഞാൻ വിചാരിച്ചിരുന്ന അതേ പ്രൊഫൈൽ തന്നെ അതേ ജോലി തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നു. അതെനിക്ക് മനസ്സിലായി ഉൾക്കൊള്ളാൻ സാധിച്ചത് ഒരു 3-4 മാസങ്ങൾക്ക് ശേഷമാണ്. അതിനുശേഷം പിന്നീട് പിന്നത്തെ വർഷം വന്ന ഒരു ഫെബ്രുവരി മാസത്തിൽ ഞാനിവിടെ വന്നിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അതിനുശേഷം ഉടമ്പടിയിലെ ബാക്കി എല്ലാ ദിവസവും തൈലം അപ്ലൈ ചെയ്യാറുണ്ട്, കാശുരൂപം കൊണ്ടുപോകാറുണ്ട്, എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്യാറുണ്ട്. അതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇന്നും നമ്മുടെ അച്ഛൻ്റെ ഉടമ്പടി പുതുക്കലിൻ്റെ പ്രസംഗത്തിലൂടെ മനസ്സിലായത്, പലരും എന്നോട് പറയാറുണ്ട് എളിമപ്പെട്ടാൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് കാര്യങ്ങൾ ഉന്നതിയിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ അവരോട് എപ്പോഴും തർക്കിക്കാറുണ്ട്, എളിമപ്പെടുന്ന പ്രവൃത്തി എങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത്, എങ്ങനെയാണ് നമുക്ക് എളിമ വരിക എന്നുള്ളത്. ഇന്ന് അച്ഛൻ്റെ ആ പ്രസംഗത്തിലും മുൻ വീഡിയോകളിലും അച്ഛനത് പറഞ്ഞിട്ടുണ്ട്. യേശു തൻ്റെ സ്റ്റാറ്റസ് താഴ്ത്തി എങ്ങനെയാണ് കൃപയ്ക്ക് അർഹരായിട്ട് തീരുക എന്നുള്ള കാര്യം അവിടെ അച്ഛൻ ഇന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ട് ഞാൻ തന്നെ എന്തെങ്കിലും ഐഡിയ തന്നെ ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയയും ഒന്നും കത്താറില്ല, ഒന്നും മനസ്സിലാവാറില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് മനസ്സിലാവാറില്ല. അതേസമയം ഞാൻ അതെൻ്റെ ഈഗോ ഒക്കെ മാറ്റി ബാക്കിയുള്ള ആളുകളോട് അതിൽ ഡിസ്കഷനിൽ പെടുത്തി ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് കത്തിനേക്കാളും മുൻപ് എന്താണ് അതിന് പരിഹാരം ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ എനിക്ക് മനസ്സിലാവാറുണ്ട്. എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ അതിനുള്ള സൊല്യൂഷൻസൊക്കെ എനിക്ക് തെളിഞ്ഞു വരാറുണ്ട്. അതിനുശേഷം അപ്പോൾ എളിമപ്പെടുന്നതിൻ്റെ ആ പ്രാധാന്യം അച്ഛൻ്റെ പ്രസംഗത്തിലൂടെ എനിക്ക് വളരെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രത്യേകതയായിട്ടുള്ള ഒരു കഴിഞ്ഞ ആഴ്ചയും അച്ഛനൊരു പ്രസംഗം നടത്തിയിരുന്നു. അതായത് എളിമപ്പെടുന്ന ഭാവങ്ങളിൽ ഒന്നാണ് നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾ മാറ്റി പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മാനസികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. ഞാനെപ്പോഴും മമ്മിയെ ആശ്രയിക്കാറുണ്ടായിരുന്നു പത്രം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ചെറിയ ചമ്മലോട് കൂടിയിട്ട് തന്നെയാണ് പത്രം പള്ളികളിലും നമ്മുടെ കൂട്ടുകാർക്കും അയൽപക്കങ്ങളിലൊക്കെ കൊടുത്തിരുന്നത്. പക്ഷേ ഇന്നത്തെ പ്രസംഗത്തിലൂടെ അത് മനസ്സിലായത്,
നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് താഴ്ത്തുന്നതിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന കൃപയുടെ മഹത്വത്തെക്കുറിച്ചിട്ടും ദൈവതുല്യനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കുർബാനകളിലൊക്കെ ചെല്ലുന്ന പോലെ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി എന്ന് പറയുന്ന ആ വചനത്തിൻ്റെ ആന്തരിക അർത്ഥം ഇന്നാണ് എനിക്ക് വളരെ കൃത്യമായിട്ട് ആ പുതുക്കൽ പ്രസംഗത്തിലൂടെ മനസ്സിലായത്. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ വളർന്നു വരാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ പ്രസംഗങ്ങളും ഇവിടുത്തെ ശുശ്രൂഷകളും പ്രത്യേകിച്ച് സഹായിക്കുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോണ സമയത്ത് 6 മണി തൊട്ട് 7 മണി വരെ അച്ഛൻ്റെ 1-2 പ്രസംഗങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കാറുണ്ട്. കാര്യമായിട്ടുള്ള ആശയങ്ങൾ പറയുന്ന പ്രസംഗങ്ങളാണെങ്കിൽ അത് 3-4 പ്രാവശ്യം വീണ്ടും അത് കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഈ പ്രാർത്ഥനകളും രീതികളും അച്ഛൻ സ്ഥിരം പറയുന്ന പോലെ തന്നെ നമുക്ക് ആഴത്തിൽ ഒരു അവബോധം നൽകും എന്നതിന് എനിക്ക് വളരെ ഉറപ്പാണ്. അതിന് ഞാൻ സാക്ഷ്യം പറയുന്നു. ഇതിനു വേണ്ടി എന്നെ സഹായിച്ച, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സഹായിച്ചതും, ഇനി ഈ ഉടമ്പടി എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഷനായിട്ടുള്ള കോൺട്രാക്ട്സ്, ഞാൻ ജോലി ചെയ്യണതും കോൺട്രാക്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് ജോലി ചെയ്യണത്. അത് കാരണം കൊണ്ട് നമ്മൾ ഈ കോൺട്രാക്ട്സുകൾ അല്ലെങ്കിൽ കമ്പനികളുടെ ഉടമ്പടികൾ വായിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ആ ഉടമ്പടിയുടെ ആഴങ്ങൾ, അർത്ഥങ്ങൾ മനസ്സിലാക്കി തരുന്ന രീതിയിൽ അത് വെളിപ്പെടുത്താനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും സാധിക്കണേ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നീട് അങ്ങോട്ട് ഞാൻ തീരുമാനിച്ചു, ഉടമ്പടി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന ഞാൻ ഉടമ്പടിയിൽ ഉറച്ച ഒരു ജീവിതം തന്നെ നയിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇത്രയാണ് എൻ്റെ സാക്ഷ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈശ്വരശേഖർ സ്ഥിരീകരിക്കട്ടെ. 91-ാം സങ്കീർത്തനം 4-ാം തിരുവചനം. തൻ്റെ തൂവൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും, അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും, അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. സാബു എന്ന സഹോദരൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തെക്കുറിച്ചാണ് നാം കേട്ടത്. ജോലി നഷ്ടപ്പെട്ട് നിരാശയിലകപ്പെട്ട എല്ലാ പ്രതീക്ഷയും തകർന്നു പോയപ്പോഴാണ് അദ്ദേഹം ഓൺലൈൻ ഉടമ്പടി എടുക്കാനായി മുന്നോട്ട് വന്നത്. ഓൺലൈൻ ഉടമ്പടിയിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച ആത്മവിശ്വാസത്തെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ തൻ്റെ എല്ലാ ജീവിത കാര്യങ്ങളെയും ഭാവിയെയും സ്ഥിരപ്പെടുത്തിയ ഒരു വലിയ സാക്ഷ്യമായിരുന്നു ഇത്. ഇവിടെ എത്ര തന്നെ വലിയ ജീവിത ഭാരങ്ങളായാലും അതിനെയെല്ലാം ക്രമീകരിക്കുവാനുള്ള ഒരു വലിയ പദ്ധതി കൂടിയാണ് പരിശുദ്ധ അമ്മ ആ വലിയ അത്ഭുതത്തിലൂടെ ഈ സാബു എന്ന സഹോദരനെ ഇപ്പോൾ ഈശോയിൽ നിന്ന് പ്രാപിച്ചു കൊടുത്ത വലിയ അനുഗ്രഹം. അദ്ദേഹത്തിൻ്റെ ഒരു ജോലി സ്ഥിരപ്പെടുത്തുക എന്നതിനേക്കാൾ ആധ്യാത്മികമായി തൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്യുവാനും, ഈശോ ജീവിച്ചതുപോലെ ഇനി എനിക്ക് തന്നെ ശൂന്യനാക്കി ഈശോയെപ്പോലെ ജീവിക്കുവാനുള്ള ഒരു വലിയ കൃപ ലഭിക്കുന്നു എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓരോ ഉടമ്പടി ജീവിതത്തിലും ജോസഫ് അച്ഛൻ നമ്മോട് പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾക്ക് എന്തുമാത്രം അനുഗ്രഹം കിട്ടി എന്നുള്ളതിലല്ല, എന്തുമാത്രം നാം അഭിഷിക്തരായി എന്നതിലാണ് നാം ആനന്ദിക്കേണ്ടത്. കാരണം നമുക്ക് അഭിഷേകം ലഭിക്കുമ്പോഴാണ് നമ്മുടെ നിയോഗങ്ങളുടെ ലിസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലരും സിൽവർ ഗ്രേയിൽ എത്തിക്കഴിഞ്ഞാലും അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒട്ടും തന്നെ കുറയുന്നില്ല. നമുക്ക് അഭിഷേകം വരുമ്പോഴാണ്, സാബു സഹോദരൻ പറഞ്ഞതുപോലെ, അഭിഷേകത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ നിയോഗങ്ങളെല്ലാം അവസാനിക്കുകയും ഈശോയെ പോലെ സ്നേഹിക്കുവാനും ഈശോയെ കൊടുക്കുവാനും നമ്മുടെ എല്ലാ മറ്റുള്ളവർക്ക് വിശ്വാസ കൈമാറ്റം ചെയ്യാനുള്ള വലിയ തീക്ഷ്ണതയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും നമുക്കുണ്ടാകുന്നതെന്ന് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ അമ്മ കുരിശിനടിയിൽ നിൽക്കുമ്പോഴുണ്ടാകുന്ന ആ ചങ്കിടിപ്പിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നതാണ്. മകൻ്റെ കയ്യിൽ ഓരോ ആണി തറയ്ക്കുമ്പോഴും 3 ആണികളിൽ ആകാശത്തിന് നടുവിൽ ആ മകനെ തൂക്കിയിട്ടപ്പോഴും പരിശുദ്ധ അമ്മ ഒട്ടും തന്നെ സംശയിച്ചില്ല. ഇതാണ് രക്ഷ എന്ന അമ്മ ഒരിക്കലും സംശയിച്ചിട്ടില്ല. നമുക്ക് സംശയമില്ലാതെ ഉടമ്പടി ഒരു ജീവിതക്രമമാണ്, ഉടമ്പടി നിത്യതയിലേക്കുള്ള ഒരു വഴിയാണ്, പാതയാണെന്ന് മനസ്സിലാക്കി മുന്നേറാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യം തന്നെ കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഡെയ്സി ജോഷി, ഇതെൻ്റെ മകൾ ഒലിവിയ. ഞങ്ങൾ എറണാകുളത്തു നിന്ന് വരുന്നു. ഞാൻ ഒരു അധ്യാപികയായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തു. കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് ഞാൻ അറിയുന്നത് എൻ്റെ സഹപ്രവർത്തകയിൽ നിന്നാണ്. ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ എനിക്കും അതിൻ്റെ നിബന്ധനകൾ പാലിക്കാൻ സാധിക്കുമോ എന്ന ഒരു ആശങ്കയുണ്ടായിരുന്നു. എങ്കിലും 2022 മെയ് 9-ാം തീയതി ഞാനിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. അന്ന് അച്ഛൻ പറഞ്ഞ ഒരു ടോക്കിൽ ഉടമ്പടിയിലെ നിബന്ധനകൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈ നിബന്ധനകൾ നമ്മൾ എന്നേ പാലിക്കേണ്ടതായിരുന്നു. എങ്കിലും അവിടെ പറഞ്ഞതുപോലെ 6 നിയോഗങ്ങളും ഞാൻ അതിലെഴുതി. അതിലൊരു നിയോഗമായിരുന്നു എൻ്റെ മകളുടെ ജോലിയും വിവാഹവും.
പല വിവാഹാലോചനകൾ വന്നിട്ടും ഒന്നും നടക്കാത്തൊരവസ്ഥ. എല്ലാം ദൈവം തന്നിട്ടും എന്തോ ഒരു തടസ്സം പോലെ ഞാൻ ആ സമയങ്ങളിലെല്ലാം മനമുരുകി ഈശോയോടും കൃപാസന മാതാവിനോടും മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. നിബന്ധനകളെല്ലാം പാലിച്ചു. എൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു: ദൈവവിശ്വാസമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു മകനെ തരണമേ എന്നായിരുന്നു. പ്രാർത്ഥനകൾക്കൊടുവിൽ ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം ഞാൻ എന്നും കൂടാറുണ്ട്, ഷെയർ ചെയ്യാറുമുണ്ട്. ധ്യാനം കൂടിയതിന് ശേഷം പതിവ് പോലെ മൊബൈലിലെടുത്തു. അതിലൊരു പ്രൊഫൈൽ നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഇത് നടക്കും എന്നൊരു തോന്നലുണ്ടായി. വീട്ടിൽ പറഞ്ഞു, ഞങ്ങൾ അതുമായി മുന്നോട്ട് പോയി. ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞോണം ആ വിവാഹം അത് തന്നെ മംഗളകരമായി നടന്നു. ഞാൻ പ്രാർത്ഥിച്ചതിനേക്കാൾ ഉപരിയായി നല്ലൊരു സ്വഭാവമുള്ള കുടുംബത്തിലെ നല്ലൊരു മകനെ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. ഇനിയുള്ള കാര്യം മകൾ പറയും. ആദ്യമേ തന്നെ മാതാവിന് 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ഒലീവിയ. ഞാൻ ഒരു ഡെൻറ്റിസ്റ്റാണ്. ഞാനിപ്പോൾ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ 2023 മെയ്യിലാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാൻ അർപ്പിച്ച എൻ്റെ നിയോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എൻ്റെ ജർമ്മൻ ലൈസൻസിങ് എക്സാമും അതുപോലെ തന്നെ എൻ്റെ ലാംഗ്വേജ് എക്സാമും. എൻ്റെ B1 ലെവൽ വരെ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ പോയെങ്കിലും B2 എക്സാം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടേറിയതായിരുന്നു. 1ഉം 2ഉം തവണ ഞാൻ അറ്റൻഡ് ചെയ്തെങ്കിലും എനിക്ക് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. ആ സമയങ്ങളിലെല്ലാം എനിക്ക് എന്നോടുള്ള വിശ്വാസം തന്നെ പോയി. കാരണം എനിക്കിത് ചെയ്യാൻ പറ്റുമോ, എന്നെക്കൊണ്ട് ഒക്കുമോ എന്നുള്ള സംശയങ്ങളായിരുന്നു. പക്ഷേ എങ്കിലും മാതാവിനോടുള്ള വിശ്വാസം ഞാൻ പൂർണ്ണമായും മുറുകെ പിടിച്ചിരുന്നു. അതിനുശേഷം ഞാൻ കൊടുത്ത എക്സാമിന് ഞാൻ പൂർണ്ണമായും പ്രാർത്ഥിച്ച് എൻ്റെ കാശുരൂപ എൻ്റെ ഇടത്തെ കൈ വെച്ച് തൈലം ഒരു ഡ്രോപ്പ് ഞാൻ എൻ്റെ ആൻസർ ഷീറ്റിലും കൂടി ഇട്ടിട്ടാണ് ഞാൻ എക്സാം എഴുതിയത് മുഴുവനും. അതിൻ്റെ ഫലമെന്നോണം എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പോലും ഞെട്ടി. എനിക്ക് വളരെ നല്ല മാർക്കോടുകൂടിയാണ് ഞാൻ B2 എക്സാം പാസ്സായത്. അതിനുശേഷം ഞാൻ എൻ്റെ ജർമ്മൻ ലൈസൻസിങ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തു. പക്ഷേ ഏകദേശം 1 വർഷത്തോളം ഞാൻ കാത്തിരുന്നു എനിക്കൊരു റിപ്ലൈ അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ മെയിൽ കിട്ടാനായിട്ട്. ഒത്തിരി തവണ ഞാൻ മെയിൽ അയച്ച് ചോദിച്ചെങ്കിലും എനിക്കൊരു റിപ്ലൈയും കിട്ടിയില്ല. ആ സമയങ്ങളിലെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മുമ്പേ എങ്കിലും ഒന്നും കൂടെ വളരെ നല്ല രീതിയിൽ എല്ലാ ദിവസവും കാലത്ത് 5:30 എണീറ്റ് ആ ഉടമ്പടി പ്രാർത്ഥന വളരെ കൃത്യമായിട്ട് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനും ഈ സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലാതെയും ചാരിറ്റി ആണെങ്കിലും ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്യാനായിട്ടും എനിക്ക് സാധിച്ചു. അതുപോലെ മാതാവിലേക്കും ഈശോയിലേക്കും കുറച്ചും കൂടെ അടുക്കാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ ഇരിക്കെ എനിക്ക് ഒരു ദിവസം എനിക്കൊരു കൺഫർമേഷൻ മെയിൽ വന്നു, എനിക്കിനി ഡേറ്റ് എടുക്കാം എക്സാമിന് വേണ്ടി. പക്ഷേ ആ സമയത്ത് ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു നാട്ടിലേക്ക് വരാൻ. അതുകൊണ്ട് ഏറ്റവും അടുത്തൊരു ഡേറ്റ് ആയിരുന്നു എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നത്. പക്ഷേ എന്നിരുന്നാലും ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു എനിക്ക് ആ എക്സാം എന്തായാലും ക്ലിയർ ചെയ്യാൻ പറ്റും, മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന് പൂർണ്ണമായ വിശ്വാസം ആ സമയത്ത് എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. ഇതെല്ലാം എനിക്ക് ലഭിച്ചത് മാതാവിൽ നിന്നുള്ള പ്രത്യേക മാധ്യസ്ഥത്താൽ ഈശോയിൽ നിന്ന് ലഭിച്ചതാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഈ എനിക്ക് കിട്ടിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞാൻ 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാനിവിടെ എല്ലാ മാസത്തിലും വരികയും കൃപാസനം പത്രം വാങ്ങിക്കുകയും ചെയ്യാറുണ്ട്. അത് ജാതി മതഭേദമന്യേ എല്ലാവർക്കും വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി അവരെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ കൊടുക്കാറ്. പിന്നെ ഞാനൊരു മതബോധന അധ്യാപികയാണ്. അതുകൊണ്ട് ഈശോയെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും എനിക്ക് കിട്ടിയ അവസരങ്ങൾ ഞാൻ പരമാവധി ഉപയോഗപ്പെടുത്താറുണ്ട്. ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ ചൊല്ലുന്നതിലല്ല ചെയ്യുന്നതാണ് പ്രധാനം. ഉടമ്പടിയിൽ അതാണല്ലോ അത്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ പോകാറുണ്ട്, അവിടുത്തെ രോഗികളെ സന്ദർശിക്കാറുണ്ട്, അവരെ ആശ്വസിപ്പിക്കാറുണ്ട്, എനിക്ക് പറ്റുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കാറുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് നമ്മുടെ മുമ്പിൽ കൈനീട്ടുന്ന അവരാരൊക്കെ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അവർക്ക് പരമാവധി സഹായം ചെയ്തു കൊടുക്കാറുണ്ട്. പണ്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഈ ഉടമ്പടി വഴിയാണ് എനിക്കതൊക്കെ ലഭിച്ചത്. അതുമാത്രമല്ല, ഉടമ്പടിയിൽ നമുക്ക് എന്തൊക്കെ പ്രലോഭനങ്ങളുണ്ടായാലും പ്രതിസന്ധികളുണ്ടായാലും എന്തൊക്കെ ആരോപണങ്ങളുണ്ടായാലും അതിനെല്ലാം ഒരു ധൈര്യം കിട്ടുന്നത് മാതാവും ഈശോയും നമ്മുടെ കൂടെയുണ്ടല്ലോ. ആ കാശുരൂപം മുറുകെ പിടിക്കുമ്പോൾ നമുക്കതിനുള്ളൊരു ശക്തിയും പ്രചോദനവും ഒരു ധൈര്യവും ഒക്കെ ലഭിക്കും. പിന്നെ എൻ്റെ കുടുംബത്തിൽ
ഇവിടെ ഉടമ്പടിയിൽ വെച്ചതും അല്ലാത്തതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഞാനും എൻ്റെ കുടുംബവും ഈശോയോടും മാതാവിനോടും കോടാനുകൂടി നന്ദി പറയുന്നു. അതുമാത്രമല്ല, തുടർന്നും ഇതുപോലെയുള്ള ഒരു സാക്ഷ്യം, വലിയൊരു സാക്ഷ്യം ഈ കൃപാസനം മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ ആൾത്താരയിൽ നിന്ന് പറയുവാൻ ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഈശോയ്ക്കും നന്ദി, കൃപാസനം മാതാവിനും 1000 നന്ദി. യോഹന്നാൻ 14:21 എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. ഡെയ്സി ജോഷി എന്ന ഈ സഹോദരിയും മകളും വലിയ സന്തോഷത്തോടു കൂടി കുടുംബത്തിന് ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. രണ്ടുപേരും അവരുടെ ഉടമ്പടി ജീവിതം എത്ര ശ്രദ്ധയോടുകൂടിയും വിശ്വസ്തയോടുകൂടിയും നിർവഹിച്ചുവെന്ന വാക്കുകൾ കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഉടമ്പടി കേവലം ഒരു പ്രാർത്ഥനയോ ഏതെങ്കിലും നേരമുള്ള പ്രത്യേകമായ ഒബ്സർവേഷനോ അല്ലെന്നും ഉടമ്പടി എടുത്ത നാൾ മുതൽ ക്രിസ്തീയ ജീവിതം തന്നെ കുറേ കൂടി പക്വതയോടെ ആത്മീയ ബോധ്യങ്ങളോടുകൂടി സഹജീവികളെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ ഏറ്റവും പ്രാധാന്യത്തോടെ കണ്ട് ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ദൈവസാന്നിധ്യത്തെ പകർന്നുകൊണ്ട് ജീവിക്കുവാൻ രണ്ടുപേർക്കും സാധിക്കുന്നതിനെ രണ്ടുപേരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകമായിട്ട് മകളുടെ വിവാഹത്തെക്കുറിച്ചും മകളുടെ B2 പഠനത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചുമാണ് സാക്ഷ്യങ്ങൾ പങ്കുവെച്ചത്. അമ്മ പറയുന്നുണ്ട്, ഒരു ദൈവവിശ്വാസമുള്ള ഒരു ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മകനെയാണ് മകൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. ഭൗതികമായ സാഹചര്യങ്ങൾ, സാമ്പത്തിക സാഹചര്യങ്ങൾ, തൊഴിൽപരമായ സാഹചര്യങ്ങൾ, മകളുടെ വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എല്ലാം അനുകൂലമായിരുന്നെങ്കിലും അനുയോജ്യമായൊരു വിവാഹാലോചന വരുന്നില്ലായിരുന്നു. അത് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രൊഫൈൽ കാണുന്നതും അതിലൂടെ അത് വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്നതും കുടുംബത്തിന് ആഗ്രഹിച്ചതുപോലെ ഏറെ പ്രാർത്ഥനയും വിശ്വാസവുമുള്ള പക്വതയുള്ള ഒരു മകനെ കിട്ടിയതെന്ന് അമ്മ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മകളുടെ B2 പരീക്ഷ ജയിച്ചതും അവിടെ ജോലിക്ക് വേണ്ടിയുള്ള പരീക്ഷ ജയിച്ചതും എങ്ങനെയെന്ന് മകൾ സൂചിപ്പിച്ചു. ഓരോ അവസരത്തിലും അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗം മകൾക്ക് എത്രത്തോളം ബലമായി തീർന്നുവെന്നും ക്ലേശമെന്ന് കരുതിയ ഓരോ പരീക്ഷകളും സുഗമമായി പരീക്ഷ വിജയിക്കുവാനും ജീവിതം കുറേ കൂടുതൽ ദൈവത്തിന് ഉടമപ്പെടുത്തി മുന്നോട്ട് പോകുവാനും സാധിക്കുന്നതിനെ മകൾ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമ്മൾ ജീവിക്കേണ്ട ജീവിതമാണ്. വ്യത്യസ്തമായ ഒരു ജീവിതമല്ല, പുതിയ ഒരു കാര്യവുമല്ല. മറിച്ച് എങ്ങനെയാണോ ഒരു വ്യക്തി ദൈവം നമുക്ക് ജന്മം നൽകിയതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് ആ രീതി നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഉടമ്പടി എന്നത്. അത് കുറേ കൂടി അനുരഞ്ജനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ്, കുറേ കൂടി ദൈവസ്നേഹ പ്രവൃത്തികളിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ്, കുറേ കൂടി ദൈവത്തെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്ന മാതൃകയിൽ അടിസ്ഥാനപ്പെടുത്തിയതാണ്. അതുകൊണ്ടാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് ആര് കടന്നു വരുമ്പോഴും ആ വ്യക്തി ജീവിതത്തിന് വലിയ മാറ്റമുണ്ടാവുന്നത്. വ്യക്തി ജീവിതത്തിന് മാറ്റമുണ്ടാവാതെ ഒരു ജീവിത വിഷയത്തിന്മേലും പരിഹാരമുണ്ടാവില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർക്കണം, ഉടമ്പടിയിൽ ഒരു നിയോഗം വയ്ക്കുമ്പോൾ ആദ്യം നമ്മളെ തന്നെയാണ് പരിശോധിക്കുന്നത്. എത്രത്തോളം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ അതിൻ്റെ മാറ്റമുണ്ടാകുന്നുണ്ട്, എത്രത്തോളം അനുരഞ്ജനമുള്ള ദൈവസ്നേഹമുള്ള ദൈവത്തെ ജീവിതത്തിന് ഇടം കൊടുക്കുന്ന വ്യക്തിയായി നമ്മൾ മാറുന്നുണ്ട്. ആ മാറ്റം നമ്മുടെ ഉടമ്പടി നിയോഗങ്ങൾ വേഗം അനുഗ്രഹമാകുന്നതിന്, ദൈവം തൻ്റെ പദ്ധതികൾ നമുക്ക് വേഗം വെളിപ്പെടുത്തി തരുന്നതിന് കാരണമാകും. ആ വെളിപ്പെടുത്തലുകളൊക്കെയും നന്മയിലേക്കും ഐശ്വര്യത്തിലേക്കും വിജയത്തിലേക്കും ആരോഗ്യത്തിലേക്കും നയിക്കുന്നതായിരിക്കും. ഈ കുടുംബം വിവാഹത്തെക്കുറിച്ച്, പരീക്ഷയെക്കുറിച്ച്, ജോലിയെക്കുറിച്ച് ഓരോന്ന് പറയുമ്പോഴും ഓരോ ഇടപെടലും തമ്പുരാൻ്റെതാണ്. ഓരോ തവണയും അമ്മ മാതാവ് നയിക്കുന്നു. അമ്മയോട് ചേർന്ന് ദൈവപിതാവിൻ്റെ കരം പിടിക്കുമ്പോൾ ഭാരങ്ങൾ മാറി, തടസ്സങ്ങൾ നീങ്ങി, അന്ന് വരെ കാണാത്ത പുതിയ പ്രകാശം ലഭിച്ച് ജീവിതം സുരക്ഷിതമാക്കുവാൻ അമ്മ സഹായിക്കുന്നുവെന്ന് ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നാമം മഹത്വപ്പെടുമാറാകട്ടെ. പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയ്ക്ക് മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയാൻ മാതാവും ഈശോയും അനുഗ്രഹിച്ച നന്മയെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ പേര് ഷാനി മത്തായി. ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നു. ഞാൻ ഈ വർഷം ഫെബ്രുവരി 3 ഉടമ്പടി എടുത്തത്. ഞാനൊരു നേഴ്സാണ്.
7 വർഷമായിട്ട് എനിക്ക് ഗ്യാപ്പാണ്. ഞാൻ ജോലിക്ക് പോകുന്നില്ല. ഹസ്ബൻഡ് പുറത്ത് വർക്ക് ചെയ്യുന്നു, ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് ഹസ്ബൻഡിൻ്റെ പേരൻസ് മരിച്ചുപോയി. മക്കളുണ്ട് 2 പേര്. അവരെ നോക്കുവാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നില്ല. ഞാനപ്പോൾ 2024 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത്. അത് ഞാനിങ്ങനെ മൊബൈൽ നോക്കുമ്പോൾ മൊബൈലിൽ കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും ഒക്കെ വരുന്നു. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ എനിക്ക് മാതാവ് എൻ്റെ മനസ്സിലിങ്ങനെ പറയുന്ന പോലെ ഇവിടെ വരണം, ഇവിടെ ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം, അങ്ങനെ എന്തോ ഒരു ഉള്ളിലിരുന്ന് ആരോ പറയുന്ന പോലെ തോന്നുന്നു. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു തന്നെ പോകണ്ട, ഞാനും വരാം, അപ്പോൾ ലീവിന് വരുമ്പോൾ ഞാനും കൂടെ വരാം, ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡിന് 2025 ജാനുവരിയിലാണ് ലീവുള്ളത്. അങ്ങനെ ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞെങ്കിലും പക്ഷേ എൻ്റെ മനസ്സിൽ എന്തോ ഇങ്ങനെ ഇവിടെ വരണം എന്നുള്ളൊരു ഭയങ്കര ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞു, ആരോ പറയുന്നു നീ നിൻ്റെ നിയോഗങ്ങൾ എഴുതിയിടാൻ പറയുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു ചെറിയൊരു ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറി ഞാൻ ഓപ്പൺ ചെയ്ത് ഒരു ഡേറ്റ് വന്നു. ആ ഡേറ്റൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ആ പേജിൽ എൻ്റെ 6 നിയോഗങ്ങൾ എഴുതി. ആദ്യത്തെ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പുതുക്കുമ്പോഴും എൻ്റെ നിയോഗത്തിൽ എഴുതിയിരിക്കുന്നത് പിതാവിലും പുത്രനും പരിശുദ്ധാത്മാവിലും പരിശുദ്ധ മാതാവിലും അടിയുറച്ച് വിശ്വസിക്കാനും വിശ്വാസത്തോടെ ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. അതിനുശേഷം എൻ്റെ ഉള്ളൊരു നിയോഗം, ഞാൻ 7 വർഷം എനിക്ക് ഗ്യാപ്പുണ്ട്. അപ്പോൾ എനിക്ക് ജോലിക്കും ഈ തന്നെ താമസിക്കുന്നതുകൊണ്ട് എനിക്കൊരു ജോലി വേണം, അതും എൻ്റെ മക്കളുടെ കൂടെ എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ എനിക്കൊരു ജോലി വേണം എന്നുള്ളൊരു വളരെ ഭയങ്കരമായൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതും ഞാൻ ആ നിയോഗത്തിൽ വെച്ച് എഴുതി. അങ്ങനെ ഞാൻ 6 നിയോഗങ്ങൾ എഴുതി ആ ഡയറി എടുത്തു വെച്ചു. അത് ഞാൻ പ്രാർത്ഥിക്കുന്ന ആ ടേബിളിൽ വെച്ചു. എന്നും പ്രാർത്ഥിക്കുമ്പോൾ അത് കാണും ഞാൻ. അങ്ങനെ 2025 ഫെബ്രുവരിയിൽ ഞാനിവിടെ വന്നു, ഹസ്ബൻഡും ഞാനിവിടെ വന്നു, ഉടമ്പടി എടുത്ത് ഞാൻ OETക്ക് പോകാൻ വേണ്ടിയിട്ട് OET പോയി ജോയിൻ ചെയ്തു. OET ചെന്നപ്പോൾ അവിടെ അവർ കോച്ചിങ് സെൻറ്ററിൽ ചെന്നപ്പോൾ തന്നെ അവർ പറയുന്നു ഇപ്പോൾ OET എഴുതിയിട്ട് കാര്യമില്ല, എല്ലാം നിങ്ങൾക്കറിയാം ഇപ്പോൾ എല്ലായിടത്തും ക്ലോസ് ആയി വരുവാണ്, അപ്പോൾ OETയിൽ കാര്യമില്ലാന്ന് ഇങ്ങനെ പറയുന്നു. അപ്പം അങ്ങനെയൊക്കെ അതൊക്കെ വെച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് മാതാവിനോട്, എന്താണ് എനിക്കൊരു വഴി നീ കാണിച്ചു തരണം, എന്താ ഞാൻ ചെയ്യേണ്ടതെന്നൊന്ന് നീ കാണിച്ചു തരണമെന്നെന്നും ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദിവസം ഹസ്ബൻഡ് ഒരു ആഡ് കാണുകയാണ്, ഒമാൻ MOUൻ്റെ ഒരു ആഡ് കണ്ടു. 4 വർഷം എക്സ്പീരിയൻസ് എന്ന് മാത്രം അതിനകത്ത് കണ്ടോളൂ. ഹസ്ബൻഡ് എന്നോടൊന്നും ചോദിച്ചില്ല, ഒരു CV അയച്ചു. ഞാൻ ഏജൻസിയിൽ നിന്ന് എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഒരു CV അയച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ അപ്പോൾ ഗ്യാപ്പ് പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അവർ ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അങ്ങനെ പിന്നെ നടക്കുന്ന എല്ലാം സമയച്ചുരുക്കം എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നു. ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. എന്നോട് എക്സാം എഴുതാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ MOUൻ്റെ ഒമാൻ്റെ എക്സാം എഴുതാൻ വന്നു. എക്സാമിന് ഡേറ്റ് എടുത്തു. എക്സാമിന് ഹോൾ ടിക്കറ്റും കൊണ്ട് ഇവിടെ വന്ന് ഞാൻ മാതാവിനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു. തിരിച്ചുപോയി എക്സാം എഴുതി. എക്സാമിന് എപ്പോഴൊക്കെ ഞാൻ മാതാവിൻ്റെ തൈലവും വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം ഉപയോഗിച്ച് എക്സാം അറ്റൻഡ് ചെയ്തു. എക്സാമിന് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് ഡേറ്റ് അവർ ആദ്യം പറഞ്ഞു മെയ്യിൽ വരുമെന്ന് പറഞ്ഞു. ജൂൺ ആദ്യമായി, ജൂണിന് വന്നില്ല. ജൂൺ ഒരു പകുതിയായിട്ട് ഇൻ്റർവ്യൂവിന് ഡേറ്റ് വരുന്നില്ല. അപ്പം ഞാൻ ഇത്രയും വർഷം ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഇൻ്റർവ്യൂ അടുത്ത് വരുമെന്ന് അറിയുന്നതുകൊണ്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ എൻ്റെ മൊബൈലിലേക്ക് ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് എന്ന് പറയുന്ന പേജ് വരുന്നത്. ആ പേജ് കണ്ടപ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. പെട്ടെന്ന് ഞാനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഞാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. മാതാവേ, എൻ്റെ ഹസ്ബൻഡ് 1 ജൂലൈ 1 പോകും. ഹസ്ബൻഡ് പോകുന്നതിന് മുമ്പ് എനിക്കൊരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് തരണേ എന്ന് പറഞ്ഞ് ഞാൻ ജൂൺ 15 ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. തൊട്ട് പിറ്റേ ദിവസം എനിക്ക് ഡേറ്റ് ഏജൻസിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു 30/6, അതായത് ഹസ്ബൻഡ് പോണതിൻ്റെ തലേ ദിവസം മാതാവ് എനിക്ക് ഇൻ്റർവ്യൂവിന് ഡേറ്റ് തന്നു. ഇൻ്റർവ്യൂവിന് ഡേറ്റ് വന്നു. ഞാൻ അങ്ങനെ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ പാസ്പോർട്ടെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ അന്ന് രാവിലെ പ്രാർത്ഥിച്ച് വിശുദ്ധ തൈലവും ഉപ്പും എല്ലാം എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് ഇറങ്ങിയപ്പോൾ ഞാൻ മാതാവിനോട് ഒന്നേ പറഞ്ഞുള്ളൂ, നീ എനിക്ക് തരുന്നതാണെങ്കിൽ മാത്രം, നീയാണിത് ഇവിടം വരെ എത്തിച്ചത്, എൻ്റെ
മെറിറ്റിലല്ല, നിൻ്റെ ഗ്രേസിൽ മാത്രമാണ് ഇത് കിട്ടുന്നത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. 7 വർഷം ഗ്യാപ്പുള്ള എനിക്ക് ഇത് തരുന്നത് നീയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എനിക്കറിയില്ല, എനിക്കൊരു അടയാളം നീ തരണമെന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങി. അവിടെ ചെന്നപ്പോൾ ഞാൻ അറിയുന്നു ഒരു ഒമാനി ലേഡിയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്ന്. ഞാൻ ചെന്നു, ഇൻ്റർവ്യൂവിന് കയറിയപ്പോൾ ഒരു പിങ്ക് കളറ് ഡ്രസ്സിട്ട് അവർ തട്ടമൊക്കെ ഇടുമ്പോൾ, പക്ഷെ മാതാവ് തലയിൽ ഇട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. മാതാവ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് പോലെ ഭയങ്കര നല്ല രീതിയിൽ അവരെന്നെ ഇൻ്റർവ്യൂ ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇൻ്റർവ്യൂ പാസ്സായില്ല എങ്കിൽ കുഴപ്പമില്ല, ഭയങ്കര ഹാപ്പിയായി ഞാൻ പുറത്തിറങ്ങി. ഞാൻ ഇൻ്റർവ്യൂവിനെ കുറിച്ചൊന്നും അതിൻ്റെ റിസൾട്ടിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നേ ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഹസ്ബൻഡ് പോയി. അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി, ഇൻ്റർവ്യൂ പാസ്സായി. അതും 3 പേരിൽ, ആദ്യത്തെ 3 പേരിൽ ഒരാളായി എന്നെ മാതാവ് അവിടെ ഉയർത്തി. കാരണം എൻ്റെ മെറിറ്റിലല്ല, മാതാവിൻ്റെ ഗ്രേസിലാണ് ഞാനത് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടി. അന്ന് ജൂലൈ 2 ഡേറ്റ്. ഈ ജൂലൈ 2 എന്നോട് മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു. തൊട്ട് പിറ്റേ ദിവസം ജൂലൈ 3 ജൂലൈ 3 എനിക്ക് വളരെ വിലപ്പെട്ട ദിവസമാണ്. മാതാവ് എനിക്ക് തന്ന ദിവസമാണ്. കാരണം ഞാൻ ഇതിനു മുമ്പ് 2024 ഞാനൊരു ഡേറ്റിൽ, ഒരു ഡയറിയിൽ ഒരു ഡേറ്റിൽ ഞാൻ എൻ്റെ നിയോഗങ്ങൾ എഴുതിയെന്ന് പറഞ്ഞില്ല. അത് അന്ന് ജൂലൈ 3 അത് ഞാൻ അന്ന് അറിഞ്ഞിരുന്നില്ല. ഈ 3 എനിക്ക് 12 മണിക്ക് ഞാൻ അന്ന് എഴുതിയ അതേ സമയത്ത് എനിക്ക് ഓഫർ ലെറ്റർ എൻ്റെ കയ്യിൽ തന്നു മാതാവ്. അതെൻ്റെ മാതാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അന്ന് എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. ഞാൻ മെഡിക്കൽ എടുക്കാൻ ചെന്നു. മെഡിക്കലിന് ഫസ്റ്റ് ചെന്നപ്പോൾ എനിക്ക് അവിടെ മെഡിക്കൽ ഫിറ്റ് ആയില്ല. കാരണം ചെറിയ ചെസ്റ്റ് പാച്ചസ് പറഞ്ഞു. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഉടമ്പടി തൈലം തേച്ചു. റൈറ്റ് ചെസ്റ്റ് സൈഡിലാണ് പാച്ച് പറഞ്ഞത്. ഞാൻ ഇവിടെ വന്ന് മാതാവിനെ കണ്ടു, മാതാവിന് പ്രാർത്ഥിച്ചു, ഉടമ്പടി തൈലം തേച്ച് എന്നും പ്രാർത്ഥിച്ചു. 7 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ മെഡിക്കൽ എടുത്തു, ഫിറ്റായി. ഞാൻ വീണ്ടും വിസയ്ക്ക് വെച്ചു. മെഡിക്കൽ വിസയ്ക്ക് വെച്ചിട്ട് 1 മാസമായി, 2 മാസമായി. ഈ മെഡിക്കലിനാണ് എക്സ്പയറി 2 മാസമുള്ളൂ. 2 മാസം കഴിഞ്ഞു. 2.5 മാസമായപ്പോൾ വീണ്ടും അവരെന്നോടുത്ത് വീണ്ടും റീമെഡിക്കൽ എടുക്കാൻ പറഞ്ഞു. റീമെഡിക്കൽ എടുത്തു, സബ്മിറ്റ് ചെയ്തു. വിസ വരുന്നില്ല. എല്ലാവർക്കും സബ്മിറ്റ് ചെയ്ത് പിറ്റേ ദിവസം വിസ വരുന്നു. വീണ്ടും എനിക്ക് 1.5 ആഴ്ചയായിട്ടും വിസ വരുന്നില്ല. ഞാനത് ഇവിടെ വന്നു, ജോസഫ് അച്ഛനെ വന്ന് കണ്ടു. ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ചു പോയി. എനിക്ക് ഇന്നലെ വിസ വന്നു. ഒമാൻ MOUൻ്റെ വിസയാണ് വന്നിരിക്കുന്നത്. അപ്പം മാതാവ് എനിക്ക് തന്നത് വലിയ കാര്യമാണ്. കാരണം ഞാൻ എൻ്റെ കുടുംബത്തോടൊന്നിച്ച്, എൻ്റെ മക്കളെയോടൊന്നിച്ച് എനിക്ക് അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റും. അപ്പോൾ ഒരുമിച്ച് നിന്ന് ഒരു ജോലി വേണമെന്നേ ആഗ്രഹിച്ചുള്ളൂ. മാതാവ് അതെനിക്ക് തന്നു. ഇത് ഫാമിലി വിസയുണ്ട്, മക്കളെ കൊണ്ടാവാം, ഹസ്ബൻഡിന് പോരാം, എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് എൻ്റെ ജോലി, എൻ്റെ കരിയറും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് മാതാവ് തന്നത്. അതെൻ്റെ മെറിറ്റിലല്ല, മാതാവിൻ്റെ ഗ്രേസിലും ഈശോയുടെ ഗ്രേസിലും മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഹസ്ബൻഡിന് ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ അവിടെ അറിയുന്ന ആൾക്കാർക്ക്, നമ്മുടെ അവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ ഉള്ള പാവപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റ്, കിഡ്നി ട്രാൻസ്പ്ലാന്റ് അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ധനസഹായമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് ഓരോ ആൾക്കാർക്കുടെ പേര് പറയും. അതനുസരിച്ച് നമ്മൾക്ക് പറ്റാവുന്നത് ഓരോ മാസവും ചിലപ്പോൾ ആഴ്ചകളിൽ അങ്ങനെയൊക്കെ നമ്മൾ അതിലേക്ക് പൈസയായിട്ടൊക്കെ നമ്മൾ കൊടുക്കും. പിന്നെ എല്ലാ ആഴ്ചയിലും ഞാൻ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ 5 പൊതി ചോറ് ഉണ്ടാക്കി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ ഞാൻ ഇവിടെ നിന്ന് പ്രേക്ഷിത പ്രവർത്തനം എല്ലാ മാസവും ഞാൻ ഇവിടെ വരും. ഇവിടെ വന്ന് പത്രം മേടിച്ച് മെഡിക്കൽ കോളേജിൽ രോഗികളുടെ അടുത്ത് പോയി പറഞ്ഞ് എനിക്ക് കിട്ടിയ എൻ്റെ മാതാവ് തന്ന അനുഗ്രഹങ്ങളെ പറഞ്ഞ് അതെല്ലാം ഇവിടുത്തെ സാക്ഷ്യങ്ങളും പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കും. അതുപോലെ ഞാൻ ഒരു അനാഥാലയത്തിൽ, ഒരു അമ്മച്ചിമാർ മാത്രമുള്ള ഒരു അനാഥാലയമാണ്. അവിടെ ഞാൻ പോയി ഇവിടെ നിന്നുള്ള ഉപ്പ്, അതുപോലെ ഇവിടുത്തെ കൊന്തയെല്ലാം മേടിച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുത്ത് അവരോട് കൂടെ കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇതെല്ലാമാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ. എല്ലാ ധ്യാനം എല്ലാം മുടങ്ങാതെ കൂടും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടും. എല്ലാ ദിവസവും കൊന്ത എത്തിക്കും. പിന്നെ ഈ ഉടമ്പടിക്ക് മുമ്പുണ്ടായ കാലവും ഉടമ്പടിക്ക് ശേഷം എന്നും ഞാൻ പറയും. കാരണം ഉടമ്പടിക്ക് മുമ്പ് ഞാൻ ഒരു ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ പേരിനാണെന്ന് പറയും. ജസ്റ്റ് പള്ളിയിൽ പോവും, ഞായറാഴ്ച ചിലപ്പോൾ ഒക്കെ പോവും, ചിലപ്പോൾ ഒന്നും പോവില്ല, മക്കളുണ്ട് അല്ലെങ്കിൽ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പോവാതിരിക്കുന്നതായിരുന്നു എൻ്റെ കൂടുതലും കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി പ്രത്യേകം എനിക്ക് സമയം കണ്ടെത്തുന്നു. കുർബാനയ്ക്ക് പോകാൻ സമയം കണ്ടെത്തുന്നു. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിച്ച് കുർബാന കൊള്ളുന്നു. എല്ലാ ദിവസവും പള്ളികളിൽ
പള്ളിയിൽ പോകുന്നു. അങ്ങനെ ഒരു ചിട്ടയായ ജീവിതത്തിലേക്ക് ആത്മീയമായി ചിട്ട വന്നു എന്ന് പറയാം. അതുപോലെ ഉടമ്പടിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ഒരു കൂടെ ഒരാളുണ്ട്, തനിച്ചല്ല. എൻ്റെ കൂടെ അമ്മയും ഈശോയും ഉണ്ട്. എന്ത് പ്രതിസന്ധികളിലും എനിക്ക് മുന്നോട്ട് പോവാനായിട്ടുള്ള ഒരാൾ കൂടെ ഉണ്ടെന്ന് പൂർണ്ണമായും വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതാണ് എനിക്ക് ഉടമ്പടിക്ക് ശേഷം ഏറ്റവും കൂടുതലുണ്ടായത്. പിന്നെ ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനുമുള്ള ഒരു ഏറ്റവും വലിയൊരു അനുഗ്രഹം കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാതാവിനും കോടാനും കൂടി നന്ദി. ജെറമിയ 7:23 എൻ്റെ വാക്ക് അനുസരിക്കുവൻ, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവും ആയിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും. ഷാനി മത്തായി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും അമ്മയുടെ തിരുവൾത്താരയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി സൂചിപ്പിച്ചു, ഇടക്കാലത്ത് അമ്മ മാതാവിൻ്റെ അരികിൽ വരണമെന്ന തീഷ്ണമായ ആഗ്രഹം വന്നു തുടങ്ങുകയും ജീവിത പങ്കാളിയോടൊപ്പം വിദേശത്തുള്ള പങ്കാളി നാട്ടിൽ വരുമ്പോൾ അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടി എടുക്കാം എന്ന് ആലോചിച്ചാണ് മകളെ ജീവിച്ച് തുടങ്ങുന്നത്. എന്നാലും ഓൺലൈനായി എല്ലാം കാണുന്നു, ചില ധ്യാനം കൂടുന്നു, പ്രാർത്ഥനകൾ കൂടുന്നു, സാക്ഷ്യങ്ങൾ കേൾക്കുന്നു. അങ്ങനെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയോടുള്ളൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മകളുടെ ജീവിതത്തെ അമ്മ മാതാവിൽ ഉടമപ്പെടുത്തുവാൻ, ശരണപ്പെടുത്തുവാൻ മകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ശരിക്കും ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുള്ള ആ പ്രാർത്ഥനയുടെ തീഷ്ണമായ ആഗ്രഹത്തിൻ്റെ നാളുകളിൽ തന്നെയാണ് അമ്മ മാതാവിൻ്റെ ഒരു സന്ദേശം ലഭിച്ച് ഡയറിയുടെ ഒരു പേജ് എടുത്തിട്ട് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറിച്ച് വയ്ക്കുന്നത്. മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ജൂലൈ 3-ാം തീയതി എന്ന തീയതി പോലും ഓർക്കാതെയാണ് ഞാനത് അന്ന് എഴുതി വെച്ചതെങ്കിൽ എനിക്കുള്ള ഓഫർ ലെറ്റർ കിട്ടിയത് ജൂലൈ 3-ാം തീയതി ആയിരുന്നു. ഓർക്കണം, നമുക്ക് മുമ്പേ പദ്ധതി ഒരുക്കുന്നവൻ, നമ്മുടെ ജീവിതത്തെ നന്നായി അറിയുന്നവൻ, നാം അമ്മ മാതാവിനോട് ചേർന്ന് യേശുവിന് അരികിലേക്ക് ജീവിതം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന നാളുകളിൽ തന്നെ നമുക്ക് നൽകുവാനിരിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളും ബോധ്യങ്ങളും കൈമാറുകയാണ്. അത് എഴുതുന്ന ദിവസം ഒരു പേജ് എടുത്ത് എഴുതിയെന്ന് മാത്രമേ മകൾക്ക് തോന്നിയുള്ളൂ. എന്നാൽ ഇന്ന് ആ ദിവസം നോക്കുമ്പോൾ നമുക്കറിയാം, അത് അമ്മ മാതാവ് എന്നെക്കൊണ്ട് കൃത്യമായി നിന്നെ അനുഗ്രഹിക്കുന്ന ദിവസം, നിൻ്റെ ജോലി സുരക്ഷിതമാക്കുന്ന ദിവസം, നിൻ്റെ കണ്ണുകളിൽ നിനക്ക് ഒത്തിരിയേറെ പോരായ്മയുണ്ടെന്ന്, 7 വർഷത്തെ ഗ്യാപ്പുണ്ടെന്ന് നീ സ്വയം പറയുമ്പോഴും അതെല്ലാം അവഗണിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ഉയർച്ചയ്ക്ക്, മേൽഗതിക്ക്, സംരക്ഷണത്തിന് വേണ്ടി ഞാൻ കരുതി വയ്ക്കുന്ന അനുഗ്രഹത്തിൻ്റെ ദിവസം അത് ജൂലൈ 3 എന്ന് മകളെ ഓർമ്മിപ്പിക്കുകയാണ്. ഉടമ്പടി എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ അമ്മയോട് ചേർന്ന് ജീവിതത്തെ നവീകരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മോട് ചേർന്ന് നിന്ന് അമ്മയുടെ പ്രാർത്ഥന കേട്ട് ജീവിത വിഷയങ്ങൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറമുള്ള നന്മകൾ, എല്ലാ തടസ്സങ്ങളും മാറ്റി, എല്ലാ കുറവുകളും അകറ്റി കൂടുതൽ സ്നേഹത്തിൽ ജീവിക്കുവാനുള്ള, കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടുവാനുള്ള അനുഭവങ്ങൾ നൽകിക്കൊണ്ട് നമ്മളെ കൈപിടിച്ച് നടത്തും. മകൾ അതാണ് സാക്ഷ്യത്തിലൂടെ പങ്കുവെച്ചതും. എനിക്ക് ഉടമ്പടിക്ക് മുമ്പും ഉടമ്പടിക്ക് ശേഷവുമുള്ള 2 ജീവിതമുണ്ട്. പേരിനുള്ള ക്രിസ്ത്യാനി, കുർബാന ഒഴിവാക്കുവാൻ പറ്റുമെങ്കിൽ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ് കുർബാന ഒഴിവാക്കുന്ന ഒരു ജീവിത രീതി, ഒരു സാധാരണ രീതിയിലൊക്കെ പോയിരുന്ന എനിക്ക് ഇന്ന് അമ്മ മാതാവിനോട്, ഈശോ തമ്പുരാനോട് ഹൃദയത്തിൽ മുഴുവൻ സ്നേഹവും, എനിക്ക് പ്രാർത്ഥിക്കുവാൻ എനിക്ക് സമയമുണ്ട്. എന്ത് തിരക്കുണ്ടെങ്കിലും, കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ കാര്യമുണ്ടെങ്കിലും എനിക്ക് സമയം ദൈവത്തിന് കൊടുക്കുവാൻ, സ്നേഹത്തോട് കൊടുക്കുവാൻ പറ്റുന്നുവെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം ഈ ക്വാളിറ്റി ചേഞ്ച് നമ്മുടെ ആത്മീയ ഭൗതിക മേഖലകളിൽ കൊണ്ടുവരും. ഭൗതിക മേഖലകളിൽ നമ്മൾ കലഹിക്കുന്നവരാവില്ല, ആർത്തിയുള്ളവരാവില്ല, മറ്റുള്ളവരുടെതൊന്നും കവർന്നെടുക്കുന്നവരാവില്ല. നമ്മുടെ തന്നെ ശരീരത്തെ വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കുവാൻ നിരന്തരം ശ്രമമുള്ളവരാകും. അങ്ങനെ ഭൗതിക മേഖലകളിലും ആത്മീയ മേഖലകളിലും സാരമായ വ്യത്യാസങ്ങൾ ഒരു നല്ല ഉടമ്പടി ജീവിതത്തിൽ അമ്മ മാതാവിലൂടെ ഈശോ നമുക്ക് അനുവദിച്ചു തരും. നമ്മൾ എത്ര കണ്ട് ഈ ഭൗതിക മേഖലകളിൽ, ആത്മീയ മേഖലകളിൽ ഈശോയ്ക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തയ്യാറാകുന്നുവോ അതനുസരിച്ച് നാം അമ്മയോട് ചോദിക്കുന്ന നിയോഗങ്ങൾ, അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വിഷയങ്ങൾ, അവയ്ക്ക് മേൽ അമ്മ മാതാവ് സന്തോഷമുള്ള, അനുഗ്രഹമുള്ള തീരുമാനങ്ങൾ നമുക്ക് നൽകുന്നത് കാണാനാവും. മകൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുവാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെയും സന്തോഷത്തോടെ ഞാൻ എന്ത് കൊടുക്കുവാനും തയ്യാറായി ചെയ്യാറുണ്ട്. ഇത് ദൈവസ്നേഹം നിറയുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ വേണ്ടി എപ്പോഴും തയ്യാറാവുക. ഓർക്കണമേ, ഉടമ്പടി ജീവിതം കേവലം കാര്യസാധ്യത്തിന് വേണ്ടി അമ്മയുടെ അരികിൽ ഓടിയെത്തുന്ന ജീവിതമല്ല,
ഉടമ്പടി ജീവിതം ദൈവത്തെ സ്വന്തമാക്കിക്കൊണ്ട് ഏത് പ്രതിസന്ധിയിലും എൻ്റെ ശക്തനായവൻ കൂടെയുള്ളതിനാൽ ഞാൻ ഒന്നിനെയും ഭയപ്പെടില്ലെന്ന് ലോകത്തോട് പറയേണ്ട ജീവിതമാണ്. അതുകൊണ്ട് ഉടമ്പടിയിലേക്ക് നാം ചുവട് വയ്ക്കുമ്പോൾ നമ്മളെ തന്നെ നന്നായി പരിശോധിച്ച് കുറവുകളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവകൃപയാൽ നിറയപ്പെട്ട് സന്തോഷമുള്ള പ്രത്യാശയുള്ള ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുവാനായിട്ട് ശ്രദ്ധ വയ്ക്കണം. ആകുലതയുടെ മനുഷ്യരിൽ നിന്നും ആശ്വാസത്തിൻ്റെ മനുഷ്യരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. അനുതപിക്കുന്ന മനുഷ്യരായി, അനുഗ്രഹിക്കുന്ന മനുഷ്യരായി, മറ്റുള്ളവരുടെ മുമ്പിൽ വെളിച്ചം വിതറുന്ന മനുഷ്യരായി ജീവിതത്തെ മാറ്റുവാൻ നമുക്ക് സാധിക്കണം. നമ്മളെ കണ്ടിട്ട് മറ്റുള്ളവർ പറയും, എന്തൊരു മാറ്റമാണിത്, എന്തൊരു സ്നേഹമാണിത്, എത്ര കണ്ട് എളിമപ്പെട്ടിരിക്കുന്നു, ദൈവം കൂടെ നടക്കുന്നത് പോലെ ഇവരുടെ പെരുമാറ്റത്തിൽ, ജീവിതക്രമത്തിൽ എത്രമാത്രം വിശുദ്ധിയും എത്രമാത്രം സാന്നിധ്യവും നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നുവെന്ന്. അമ്മയെപ്പോലെ, അമ്മ മാതാവിനെ പോലെ നമുക്ക് മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ ആശീർവാദം കൊടുക്കുന്ന മനുഷ്യരാകുവാൻ, ദൈവ സാന്നിധ്യം കൊടുക്കുന്ന മനുഷ്യരാകുവാൻ ഉടമ്പടി ജീവിതത്തിലൂടെ സാധിക്കും. അത് സ്വാഭാവികമായും നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് പരിഹാരവുമായി തീരുകയും ചെയ്യും. ഈ മകൾക്ക് ലഭിച്ച ഉടമ്പടി ബോധ്യങ്ങൾക്ക്, ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക്, വിദേശത്തേക്ക് ജോലി ഏറെ നാളത്തെ ഗ്യാപ്പുണ്ടായിട്ടും അമ്മ മാതാവിലൂടെ അനുവദിച്ച് ലഭിച്ചതിന്, കുടുംബത്തോടൊപ്പം ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം. ജീവിതം ശുഭകരമാക്കുന്ന കൃപാസനം പ്രത്യക്ഷീകരണ മാതാവിൻ്റെ സന്നിധിയിൽ ഈ സാക്ഷ്യം സമർപ്പിച്ച് കരങ്ങളടിച്ച് ദൈവനാമത്തെ മഹത്വം